بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന ഈ ഭൗതിക ലോകത്ത് മനുഷ്യർക്ക് അനുഗ്രഹമായി ഇണസങ്കല്പത്തിന് വിവാഹത്തിലൂടെ നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ്. വിവാഹത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഏതൊരാളും ശ്രദ്ധിക്കേണ്ടുന്നത് വിവാഹത്തിനു വേണ്ടി താൻ തിരഞ്ഞെടുക്കുന്ന സഖി ഇണ ആരായിരിക്കണം. പുരുഷനാണ് എങ്കിൽ എങ്ങനെയുള്ള പെൺകുട്ടിയെ ആയിരിക്കണം താൻ ഇണയായി തൻ്റെ സഖിയായി ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇനി പെൺകുട്ടിയുടെ രക്ഷകർത്താക്കളാണ് എങ്കിൽ എൻ്റെ പെൺകുട്ടിയെ വിവാഹം ചെയ്യേണ്ടുന്ന വരൻ ആരായിരിക്കണം, അയാളിൽ എന്തെല്ലാം സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. വിശുദ്ധ ഇസ്ലാമിന് ഇതിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ വിവാഹ ബന്ധങ്ങൾ വളരെ കൃത്യമായി സുദൃഢമായി നിലനിൽക്കുന്നത്. യുവാക്കൾ സർവ്വസാധാരണമായി വിവാഹത്തിനു വേണ്ടി തയ്യാറാകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ പല നിലയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. എൻ്റെ പെൺകുട്ടി സൗന്ദര്യമുള്ളവളായിരിക്കണം, ഞാൻ വിവാഹം ചെയ്യുന്ന പെൺകുട്ടിക്ക് നല്ല സാമ്പത്തിക ഭദ്രതയുണ്ടായിരിക്കും, ഞാൻ വിവാഹം ചെയ്യുന്ന പെൺകുട്ടി നല്ല കുബേര കുടുംബത്തിൽ ജനിച്ചവളായിരിക്കണം. ഒരു ചിലരുടെ ഹൃദയത്തിൽ എൻ്റെ പെൺകുട്ടി, ഞാൻ വിവാഹം ചെയ്യാൻ വേണ്ടി പോകുന്ന എൻ്റെ ഇണ ദീനിയായ നിഷ്ഠയുള്ളവളായിരിക്കണം, ദർഭബോധമുള്ളവളായിരിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഓരോ മനുഷ്യനും ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് വിവാഹവുമായി ബന്ധപ്പെടുന്നത്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാ. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യപ്പെടുന്നത് ഒന്ന് ലിമാലിഹ, അവരുടെ സമ്പത്തിനു വേണ്ടിയായിരിക്കും. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വളരെ എളുപ്പമായിരിക്കും, വളരെ സ്വൈര്യമായിരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. രണ്ടാമതായി വിവാഹത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടിയിൽ വലിയ ജമാലിഹ, സൗന്ദര്യത്തിന്റെ പേരിൽ പലരും പെൺകുട്ടികളെ തിരഞ്ഞെടുക്കാറുണ്ട്. ഞാൻ വിവാഹം ചെയ്യുന്ന പെൺകുട്ടി സുന്ദരിയായിരിക്കണം, അവരുടെ സൗന്ദര്യ നിമിത്തം എൻ്റെ ഹൃദയത്തിൽ മറ്റ് ചിന്തകളൊന്നും ഉണ്ടാകില്ലല്ലോ. മൂന്നാമത് വലിയ ഹസബിഹ, ആ പെൺകുട്ടിയുടെ കുടുംബം നോക്കിക്കൊണ്ട് വിവാഹത്തിന് വേണ്ടി തയ്യാറാകാറുണ്ട്. നല്ല കുബേര കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിൽ നല്ല അംഗീകാരവും അഡ്രസ്സും ഉണ്ടായിരിക്കും. എന്നിട്ട് പ്രവാചകൻ പറയുകയുണ്ടായി, വലിയ ദീനിയായ ഇഷ്ടം നോക്കി വിവാഹം ചെയ്യുന്നവരുമുണ്ട്. ദീൻ കൊണ്ട് വിജയം നേടിക്കൊണ്ട്. കാരണം മറ്റു കാര്യങ്ങളൊക്കെ ഭൗതികതയാണ്.
ആ ഭൗതികതയിൽ പല നിലയിലുള്ള അല്ലലുകളും ഉലച്ചിലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീൻ നോക്കിക്കൊണ്ട് നീ ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭർത്താവിനോടുള്ള കടമ അവൾ കൃത്യമായി പാലിക്കുന്നവളായിരിക്കും. നിന്റെ ഹൃദയത്തിലുള്ള വികാര വിചാരങ്ങൾ അവളിലൂടെ സായുജ്യമടയുമെന്ന് മാത്രമല്ല, നിന്റെ ഹൃദയത്തിൽ അവളെ കൊണ്ട് വലിയ സമാധാനവും സ്വൈരതയും കൈവരും. തരിപത്തിയെത്താൻ അഥവാ ദീന് മുൻഗണന നൽകാതെ മറ്റ് ഭൗതികമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വിവാഹം ചെയ്യുന്ന ആൾക്കാർ നശിച്ചു പോകട്ടെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. തരിപത്തിയെന്ന് പറഞ്ഞാൽ നിന്റെ രണ്ട് കൈകളും മണ്ണിലായി പോകട്ടെ. ഇത് അറബികൾ സർവ്വസാധാരണമായി നശിക്കാൻ വേണ്ടി, പരാജയപ്പെടാൻ വേണ്ടി പറയുന്ന പദപ്രയോഗമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തുള്ള മുഴുവൻ യുവ സമൂഹത്തിനോട് നിർദ്ദേശം നൽകുകയാണ്. ലാ തുസവ്വിജു നിസാഅ ലിഹുസ്നിഹിന്ന ഫഅസാ ഹുസ്നുഹുന്ന അൻ യുർദിയഹുന്ന വലാ തസവ്വജൂഹുന്ന ലിഅംവാലിഹിന്ന ഫഅസാ അംവാലുഹുന്ന അൻ യുർദിയഹുന്ന വലാകിൻ തസവ്വജൂഹുന്ന അലാ ദീൻ വലഅമത്തുൻ ഖർമാഉ ദാത്തി ദീനിൻ അഫ്ളലു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശമാണ്, ഒരിക്കലും നിങ്ങൾ പെൺകുട്ടികളെ അവരുടെ സൗന്ദര്യത്തിന്റെ പേരിൽ വിവാഹം ചെയ്യരുത്. സൗന്ദര്യം അവളെ പല നിലയിലുള്ള നാശത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചിട്ടേക്കാം. കാരണം സൗന്ദര്യമുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോ എനിക്ക് സൗന്ദര്യമുണ്ട്, ഈ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയാലും മറ്റൊരു വിവാഹം എനിക്ക് സാധ്യമാണ്. ഈ നിലയിൽ അവളാണ് എങ്കിൽ ഭർത്താവിനോടുള്ള കടമകൾ ശരിയാതെ പാലിക്കാത്തവളായേക്കാം. ഒരിക്കലും പെൺകുട്ടികളെ സമ്പത്ത് മാത്രം മോഹിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്യരുത്. ആ സമ്പത്തുകൾ അവരെ വഴികേടിലേക്ക് അകപ്പെടുത്തിയേക്കാം. കാരണം സമ്പത്ത് കൂടുതൽ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ചീത്തയായ എല്ലാ പ്രവണതകളെയും പ്രവർത്തിക്കുന്നവളായേക്കാം. അവൾ ഇസ്ലാമിക വസ്ത്രധാരണം ശ്രദ്ധിച്ചുകൊണ്ടെന്നില്ല. കാരണം തന്റെ സമ്പത്തിന്റെ മോടി കാണിക്കാൻ വേണ്ടി അനിസ്ലാമികമായ മാർഗങ്ങളെ തിരഞ്ഞെടുത്തേക്കാം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള മുഴുവൻ യുവ സമൂഹത്തിനോട് നൽകുന്ന നിർദ്ദേശം, വലാകിൻ തസവ്വജൂഹുന്ന അലാ ദീൻ, നിങ്ങൾ ദീനിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്യണം. വലഅമത്തുൻ ഖർമാഉ ദാത്തു ദീനിൻ അഫ്ളലു, കറുത്ത നീഗ്രോയായ ഒരു അടിമപ്പെണ്ണാണ് എങ്കിലും അവളെ ദീനിയായ നിഷ്ഠയുണ്ട് എങ്കിൽ അവളാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറ്റൊരു നിർദ്ദേശമാണ്, മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ഫഖറ വമൻ തസവ്വജഹാ ലിമാലിഹാ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ഫഖറ വമൻ തസവ്വജഹാ ലിഹസബിഹാ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ദനാഅ ومن تزوجها لم يتزوجها إلا أن يغض بصره أو يحسن فرجه أو يصل رحمه بارك الله له فيها وبارك لها فيه. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ഇജ്ജത്തിന് വേണ്ടി വിവാഹം ചെയ്തു, ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിലൂടെ എനിക്ക് ഔന്നത്യത്തിന്റെ സോപാനങ്ങളിൽ എത്താൻ കഴിയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവനെ നിന്ദ്യത അധികരിപ്പിക്കുന്നതാണ്. അവനെ നിന്ദ്യതയുടെ പടുകുഴിയിലേക്ക് അല്ലാഹു വലിച്ചിടുന്നതാണ്. ആരെങ്കിലും സാമ്പത്തികമായ ഭദ്രത ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാരിദ്ര്യത്തെ അധികരിപ്പിക്കുന്നതാണ്. വമൻ തസവ്വജഹാ ലിഹസബിഹാ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ദനാഅ. ആരെങ്കിലും വലിയ കുടുംബ മഹാത്മ്യം ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു എങ്കിൽ അല്ലാഹു അവനിൽ താഴ്ചയാണ് അധികരിപ്പിക്കുന്നത്. അവൻ തരം താഴ്ന്നുകൊണ്ടേയിരിക്കും. വമൻ തസവ്വജഹാ
لم يتزوجها إلا أن يغض بصره أو يحسن فرجه أو يصل رحمه. ആരെങ്കിലും തന്റെ ഇഫത്തിനെ പാതിവൃത്യത മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം ചെയ്യുന്നു എങ്കിൽ തന്റെ കണ്ണിനെ സൂക്ഷിക്കണം, മോശമായ വികാര വിചാരങ്ങളിൽ നിന്ന് തന്റെ അവയവങ്ങളെ ആത്മനിയന്ത്രണത്തിന് വിധേയമാക്കണം, കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും വിവാഹം ചെയ്യുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തിൽ അവനും അവളിലും ബറക്കത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് വിവാഹത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടി ദീനിയായ നിഷ്ഠയുള്ളവളാണോ, നല്ല സൽ സ്വഭാവിയാണോ എന്നതിനെ കുറിച്ച് നാം അന്വേഷിക്കുകയും ദീനിയായ നിഷ്ഠയെ മുൻനിർത്തിക്കൊണ്ട് നാം വിവാഹത്തിന് വേണ്ടി ഇണകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യണം. ഇനി സർവസാധാരണമായി രക്ഷകർത്താക്കൾ അവരുടെ പെൺകുട്ടികൾക്കുള്ള ഇണയെ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഭൗതികമായ കാര്യങ്ങൾ മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത്. എന്റെ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നയാള്, എന്റെ മകളെ വിവാഹം കഴിക്കുന്നയാള്, എന്റെ സഹോദരിയെ വിവാഹം കഴിക്കുന്നയാള് അയാൾ സാമ്പത്തിക ഭദ്രതയുള്ളയാളാണോ, അക്ഷരക്കൂട്ടങ്ങളുടെ ഡിഗ്രിയുള്ളയാളാണോ, നല്ല സ്വത്ത് നല്ല വരുമാനമുള്ള ആളാണോ, ഇത് മാത്രം ശ്രദ്ധിക്കുന്നു. ആ പെൺകുട്ടിക്ക് കുഫു അഥവാ തലപൊക്കുന്നയാളാണോ എന്നുകൂടി ശ്രദ്ധിക്കാറില്ല. സംഭവിക്കുന്നത് എന്താണ്? ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അല്ലലുകളും ഉലച്ചലുകളും സംഭവിക്കുകയും ആ വിവാഹ ബന്ധം ശിഥിലമാകുകയുമാണ് ചെയ്യുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഓരോ രക്ഷകർത്താക്കളും തങ്ങളുടെ പെൺകുട്ടികൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന പുരുഷനിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. ഒന്ന് ദീനിയായ നിഷ്ഠ, രണ്ട് സൽ സ്വഭാവം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇദാ ഖതബ ഇലൈക്കും മൻ തർദൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു ഇല്ലാ തഫ്അലൂ തകുൻ ഫിത്നത്തുൻ ഫിൽ അർദി ഔ ഫസാദുൻ അലീം. നിങ്ങളുമായി ഏതെങ്കിലും ഒരു യുവാവ് വിവാഹാലോചനയുമായി വന്നു, നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി വിവാഹം ചെയ്യാൻ വേണ്ടി അയാളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ദീനിയായ നിഷ്ഠയുള്ളയാളാണ്, നല്ല സൽ സ്വഭാവമുള്ളയാളാണ് എങ്കിൽ നിങ്ങൾ അയാൾക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കണം. ഇല്ലാത്ത അങ്ങനെ നല്ല ദീനിയായ നിഷ്ഠയും സൽ സ്വഭാവമുള്ളയാള് നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്നപ്പോ നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തില്ല എങ്കിൽ പിന്നീട് സംഭവിക്കുന്ന വലിയ വലിയ അബദ്ധ ജടിലമായ കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ അകപ്പെട്ടു പോകുന്നത്. ഭൂമിയിൽ ധാരാളം പ്രശ്നങ്ങളും സങ്കീർണമായ ഫിത്നകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ദീനിയായ നിഷ്ഠയും സ്വഭാവമുള്ള ആൾക്കായിരിക്കണം നമ്മൾ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഐബ് നബി അലൈഹിസ്സലാം തങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തിയപ്പോ വരനിലുണ്ടാകേണ്ടുന്ന ഗുണമായി പറഞ്ഞു കൊടുത്ത കാര്യം, ഒന്ന് ശക്തനാണ്, രണ്ട് വിശ്വസ്തനാണ്. രണ്ട് കാര്യങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാമിന് ശുഐബ് നബി അലൈഹിസ്സലാം കണ്ടത്. ഈ രണ്ട് കാര്യങ്ങളുടെ പേരിൽ ശുഐബ് നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. സംഭവം സുദീർഘമാണ്. മിസ്റിൽ വെച്ച് ഒരു ഖിബ്തികളിൽപ്പെട്ട വ്യക്തിയെ കൊന്നതിന്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാം അറിയാനിടയായി ഫിർഔനും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും അറിഞ്ഞിരിക്കുകയാണ്, ഞാൻ ഫിർഔനിന്റെ കിങ്കരന്മാരിൽപ്പെട്ട ഒരു ഖിബ്തിയെ വധിച്ചു എന്ന്. മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടാൻ വേണ്ടി മിസ്റിൽ നിന്നും മദിയനിലേക്ക് പലായനം ചെയ്തു. മദിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദേശമാണ്, അപരിചിതമായ ഒരു രാജ്യമാണ്, പരിചയമുള്ള ജനങ്ങളൊന്നുമില്ല. എത്ര നാളാണ് ഇവിടെ താമസിക്കേണ്ടി വരുന്നത്?
മദീനയിൽ ആദ്യമായി മൂസാ നബി അലൈഹിസ്സലാം എത്തുന്നത് ഒരു ജലാശയത്തിന്റെ അടുക്കലാണ്. ആ ജലാശയത്തിന്റെ അടുക്കൽ ധാരാളം മനുഷ്യർ ആട്ടിൻപറ്റങ്ങളുമായി നിൽക്കുകയാണ്, അവരുടെ ആട്ടിൻപറ്റങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി. എന്നാൽ പുരുഷന്മാരുള്ള സ്ഥലത്ത് നിൽക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുകയാണ്. ആ പെൺകുട്ടികളുടെ അടുക്കൽ ആട്ടിൻപറ്റങ്ങളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഈ സന്ദർഭത്തിൽ ആ രണ്ട് പെൺകുട്ടികൾ പറയുകയുണ്ടായി, പുരുഷന്മാരുമായി ഇടകലരുന്നത് ഒരിക്കലും ഉചിതമല്ലല്ലോ. ഈ പുരുഷന്മാർ അവരുടെ ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ച് മടങ്ങിപ്പോയതിനു ശേഷം മാത്രമേ ഞങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾ വെള്ളം കുടിപ്പിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ജോലി നിർവഹിക്കേണ്ടുന്നത് പുരുഷന്മാരാണ്. ഞങ്ങളുടെ വീട്ടിൽ പുരുഷന്മാരില്ല. ഞങ്ങളുടെ പിതാവാണെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വീട്ടിലാണ്. മൂസാ നബി അലൈഹിസ്സലാം ആജാനുബാഹുവായിരുന്നു, ശക്തനായ യുവാവായിരുന്നു. ആ ജനങ്ങളെ മാറ്റിയിട്ട് ആദ്യം തന്നെ ആ പെൺകുട്ടികളുടെ ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ചു. ആ പെൺകുട്ടികൾ ചെന്ന് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ. ശുഐബ് നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ സാധാരണയായി വരുന്നതിനേക്കാൾ നേരത്തെ വന്നിരിക്കുകയാണ്. കാര്യം തിരക്കിയപ്പോഴാണ് ഇങ്ങനെ ആജാനുബാഹുവായ ശക്തനായ ഒരു യുവാവ് എല്ലാ ജനങ്ങളുടെയും ആട്ടിൻപറ്റങ്ങൾ വെള്ളം കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾ പോയി ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങനെയുള്ള വിശ്വസ്തനായ ശക്തനായ യുവാവിനെ എനിക്ക് കാണാൻ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു പെൺകുട്ടി മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ എന്റെ പിതാവ് വിളിക്കുകയാണ്. ഞങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ചതിനുള്ള കൂലി നൽകാനാണ് പിതാവ് വിളിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചെന്നു. നടന്ന മുഴുവൻ സംഭവങ്ങളും വിവരിച്ചു. ഞാൻ വിദേശിയാണ്, മിസ്റിലാണ് സ്വദേശം, ഞാൻ മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. ശുഐബ് നബി അലൈഹിസ്സലാം എല്ലാം കേട്ടറിഞ്ഞിട്ട് പറഞ്ഞു, അക്രമകാരികളുടെ വിഷയത്തിൽ നിങ്ങൾ നിർഭയനായി കൊള്ളുക. ഇനി ഒരിക്കലും അവരിൽ നിന്ന് നിങ്ങൾ പേടിക്കേണ്ടുന്ന കാര്യമില്ല. പെൺകുട്ടി പറഞ്ഞു, അല്ലയോ പിതാവ് ഇദ്ദേഹമാണ് എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ജോലിക്ക് നിശ്ചയിക്കുകയാണ് എങ്കിൽ ഇദ്ദേഹം ശക്തനുമാണ്, വിശ്വസ്തനുമാണ്. ശുഐബ് നബി അലൈഹിസ്സലാമിന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സാമർത്ഥ്യവും വിശ്വസ്തതയും മനസ്സിലായപ്പോ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. 8 വർഷം എനിക്ക് സേവനം ചെയ്യണം. അഥവാ 10 വർഷം നിങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഔദാര്യമാണത്. എന്താണ് എങ്കിലും ശക്തനായ വിശ്വസ്തനായ എല്ലാ നിലയിലും വിശ്വസിക്കാൻ കഴിയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന് ശുഐബ് നബി അലൈഹിസ്സലാം മകളെ വിവാഹം ചെയ്തു കൊടുക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയ വിദേശിയായ ഒരു മനുഷ്യരാണ്. അദ്ദേഹത്തിന്റെ അഡ്രസ്സും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും ശരിയായി അറിയില്ല. എങ്കിലും ശുഐബ് നബി അലൈഹിസ്സലാം കേട്ടറിഞ്ഞപ്പോ വളരെ കൃത്യമായ എല്ലാ കാര്യങ്ങളിലും ശുഷ്കാന്തിയുള്ള വിശ്വസിക്കാൻ പറ്റുന്നയാളാണ് എന്ന് തോന്നി വിവാഹം ചെയ്തു. ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ അല്ലാഹു ആ സംഭവം വിവരിക്കുന്നുണ്ട്. ഫലമ്മാ വറദ മാഅ മദിയന വജദ അലൈഹി ഉമ്മതൻ മിനൻ നാസി യസ്ഖൂൻ فوجد من دونهم امرأتان تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير فسقى لهما ثم تولى إلى الظل فقال رب لما أنزلت إلي من خير فقير فجاءته إحداهما تمشي على استحياء قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا فلما جاءه وقص عليه القصص
القوم الظالمين قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين قال إني أريد أن أنحك إحدى ابنتي هاتين على أن تأجرني 8 حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين فلما جاء ماء مدين موسى നബി അലൈഹിസ്സലാം മദിയനിന്റെ ജലാശയത്തിന്റെ അടുക്കൽ എത്തിയപ്പോ വജദ അലൈഹി ഉമ്മതൻ മിനന്നാസി യസ്ഖൂൻ ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ ആട്ടിൻപറ്റങ്ങളെ വെള്ളം കുടിപ്പിക്കുന്നതാണ് കാണുന്നത് വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഇടകലരാതെ മറ്റൊരു ഭാഗത്ത് 2 പെൺകുട്ടികൾ ആട്ടിൻപറ്റങ്ങളുമായി നിൽക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ് മാ ഖത്ബുകുമാ എന്തിനാണ് നിങ്ങൾ ഇവരിൽ നിന്ന് മാറി മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നത്? ഖാലതാ ലാ നസ്ഖി ഹത്താ യുസ്ദിറ അദ്ദിആ ആ 2 പെൺകുട്ടികൾ പറയുകയാണ് ഇവരുടെ ആട്ടിൻപറ്റങ്ങളെ ഇവര് വെള്ളം കുടിപ്പിക്കാതെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ വെള്ളം കുടിപ്പിക്കില്ല. ഇവരിവിടെ നിന്ന് ഒഴിവായെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ? വെള്ളം കുടിപ്പിക്കുള്ളൂ. ഞങ്ങൾ ഇതിന് നിർബന്ധിതരായി പുറപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ പുരുഷന്മാർ ചെയ്യേണ്ടുന്ന ജോലിയാണ്. ഞങ്ങളുടെ പിതാവായ ശുഐബ് നബി അലൈഹിസ്സലാം വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അവർ 2 പേരുടെയും ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ചു. അവര് മടങ്ങിപ്പോയി. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഒരു വൃക്ഷത്തിന്റെ തണലിൽ പോയി. എന്നിട്ട് അവിടെ വെച്ച് ദുആയിരക്കുകയാണ് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിന ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ ഇത് വിദേശമാണ്, സ്വരാജ്യമല്ല. ഇവിടെ എനിക്ക് എങ്ങനെയാണ് അഭയവും അത്താണിയും ഉണ്ടാകുന്നത്? റബ്ബി എന്റെ രക്ഷിതാവേ ലിമാ അൻസൽത ഇലയ്യ മിന ഖൈരിൻ ഫഖീർ എന്നിലേക്ക് നീ ഇറക്കുന്ന മുഴുവൻ നന്മയിലേക്കും ഞാൻ ആവശ്യക്കാരനാണ്. ഒരഭയവത്തണിയില്ല. അപരിചിതമായ ഒരു രാജ്യമാണ്. അല്ലാഹുവിനോട് ഈ ദുആ ചെയ്തപ്പോൾ തന്നെ അല്ലാഹു ഉത്തരം നൽകി. 3 കാര്യങ്ങൾ നൽകി. 1 അക്രമകാരികളിൽ നിന്ന് രക്ഷ നൽകി. 2 നല്ലൊരു ജോലി. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ 10 വർഷം ജോലി എടുത്തു. 3 ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ വിവാഹം കഴിച്ചു. ഈ 3 നേട്ടം ഈ ദുആയിലൂടെ മൂസാ നബി അലൈഹിസ്സലാമിന് കിട്ടി. ഈ ദുആയെല്ലാം ചെയ്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം വൃക്ഷത്തിന്റെ തോട്ടിൽ തണലിൽ വിശ്രമിക്കുമ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു മകൾ നാണം കുണുങ്ങി വരികയാണ്. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഖിയാ ലജ്ജയോടെ നാണം കുണുങ്ങിക്കൊണ്ട് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു മകൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വരികയാണ്. قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا. മൂസോ തീർച്ചയായും എന്റെ പിതാവ് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ചതിന് കൂലി നൽകാൻ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം നേരെ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് فلما جاءه وقص عليه القصص മൂസാ നബി അലൈഹിസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് നടന്ന മുഴുവൻ സംഭവങ്ങളും വിവരിച്ച് കേൾപ്പിച്ചു.
ഇത് കേട്ടപ്പോൾ തന്നെ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ മദിയൻ എന്ന് പറയുന്ന ദേശത്ത് നിങ്ങൾ എത്തിയതിലൂടെ അക്രമകാരികളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഫിർഔനും ഹിബ്തികളും അവന്റെ കിങ്കരന്മാരും വലിയ അക്രമകാരികളായിരുന്നു, അതിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ 2 പെൺമക്കളിൽ ഒരു പെൺകുട്ടി പറഞ്ഞു. ആ പെൺകുട്ടിയുടെ കൂട്ടത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം ജലാശയത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും, കൂടുതൽ സമയം വേണ്ട. അയാൾ വിശ്വസ്തനാണോ ഞരമ്പ് രോഗിയാണോ, എന്തെല്ലാം വീഴ്ചകളും വൈകല്യങ്ങളും ഉണ്ട് എന്നും എന്തെല്ലാം നന്മയുണ്ട് എന്നും. വിവാഹം കഴിഞ്ഞ് ഒരു രാത്രിയാകുമ്പോൾ തന്നെ തന്റെ ഭർത്താവിനെ പെൺകുട്ടി പഠിച്ചിട്ടുണ്ടാവും. മരിക്കുന്നത് വരെ കഴിഞ്ഞാലും ഇയാൾക്ക് പെണ്ണിനെ പഠിക്കാൻ പറ്റും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂട്ടത്തില് ആ വൃക്ഷത്തണലിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട് വരെ എത്തിയപ്പോൾ തന്നെ മകള് പഠിച്ചു, ഒന്ന് ശക്തനാണ്, 2 വിശ്വസ്തനാണ്. കാരണം ഞാൻ അന്യ സ്ത്രീയാണ്, എന്നെ ഒരു വികാരത്തോടു കൂടി നോക്കിയിട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹം മുന്നിലൂടെ നടന്നു, ഞാൻ പിന്നിലൂടെ നടന്നു. ആ പെൺകുട്ടി പിതാവിനോട് പറയുകയാണല്ലയോ പ്രിയപ്പെട്ട ഉപ്പ, ഇദ്ദേഹത്തിന് നിങ്ങൾ വീട്ടിൽ ജോലിക്കാരനാക്കുക. ഇന്ന ഖൈറ മൻ ഇസ്തഅജറതൽ ഖവിയ്യുൽ അമീൻ. അഥവാ നിങ്ങൾ എന്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തിന് വീട്ടിലെ ജോലിക്കാരനാക്കുന്നു എങ്കിൽ നിങ്ങൾ ശക്തനായ വിശ്വസ്തനായ ഒരാളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കീഴിലുള്ള ആൾക്കാർ എല്ലാ കാര്യം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അക്കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ശുഷ്കാന്തി ഉണ്ടാവും. 2 വിശ്വസ്തത ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്ത് എല്ലാം ഗുരുമാരാണ്, കാക്കുമാറാണ്. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ ഗുണം കൂടി കേട്ടപ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ. എന്റെ ഈ 2 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയെ 8 വർഷം നിങ്ങൾ എനിക്ക് ഖിദ്മത്ത് ചെയ്യണം, സേവനം ചെയ്യണം. 10 വർഷം നിങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ ഔദാര്യമാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു മകളെ വിവാഹം ചെയ്യുക. ശുഐബ് നബി അലൈഹിസ്സലാം ഇതൊക്കെ പറഞ്ഞിട്ട് പറയുകയുണ്ടായി, മാ ഉരീദു അൻ നശുഖ അലൈഹി സതജിദുനി ഇൻശാഅല്ലാഹു മിനസ് സാലിഹീൻ. ഒരിക്കലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുകയല്ല. നിങ്ങളൊരു വിദേശിയാണ്, നിങ്ങളെ കൊണ്ട് എനിക്ക് വേണമെങ്കിൽ അടിമകളെ പോലെ പണിയെടുപ്പിക്കാം. ഞാൻ ഒരിക്കലും നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്റെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്നെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ അല്ലാഹുവിന്റെ സദ്വർദ്ധരായ ദാസന്മാരിൽപ്പെട്ടയാളാണ്. അങ്ങനെ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ വിവാഹം ചെയ്ത് അവിടെ കഴിഞ്ഞുകൂടി. അതിനുശേഷമാണ് നേരെ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം സീനാ പർവ്വതത്തിൽ പോകുന്നത്, തൗറാത്ത് വാങ്ങാനും പറ്റും. പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ അടുക്കൽ ദഅവത്തുമായി പോകുന്ന സംഭവമൊക്കെ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അല്ലാഹു വിവരിക്കുന്നു. അപ്പോൾ പെൺമക്കൾക്ക് നമ്മൾ ഓരോരുത്തരും വരന്മാരെ ഭർത്താക്കന്മാരെ സെലക്ട് ചെയ്യുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് ദീനായിരിക്കണം. നമ്മളെല്ലാം നോക്ക് 5 നേരവും നിസ്കരിക്കുന്നുണ്ട്, എപ്പോഴും നിസ്കരിക്കുന്നു, ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള താബിഈങ്ങളിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു പേരാണ്. 40 വർഷം അദ്ദേഹത്തിന് അവ്വൽ തക്ബീർ നഷ്ടപ്പെട്ടു പോയിട്ടില്ല.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബാക്കളിലെ ഏറ്റവും വലിയ മുഹദ്ദിസിന്റെ മകളെയാ വിവാഹം ചെയ്തത്. ഈ സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹിന്റെ മകൾ വിവാഹപ്രായം എത്തിയപ്പോൾ അന്ന് ലോകത്തിന്റെ തന്നെ ചക്രവർത്തിയായിരുന്നു അബ്ദുൽ മലിക് ബിൻ മർവാൻ. അദ്ദേഹം സഈദ് ബിൻ മുസയ്യിബ് വലിയ ആലിമാണ്. മദീനയിലെ 7 ഫുഖഹാക്കളിൽപ്പെട്ട ഒരു ഫഖീഹാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുലീനയായ ഹാഫിളത്തായ ആലിമത്തായ മകനായ വലീദിനെ കൊണ്ട് വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. അന്നത്തെ ഇസ്ലാമിലെ ഹുക്കൂമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിമാർക്ക് ദീനിയായ ബോധം ഉണ്ടായിരുന്നു. അവർ തന്നെയാ മിമ്പർ മിഹ്റാബൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ വലീദിനെ വിവാഹാലോചന നടത്തുകയാണ്. യഥാർത്ഥത്തിൽ രാജകുമാരനെ മകളുടെ ഭർത്താവായി കിട്ടാൻ വേണ്ടി പോവുകയാണ്. സഈദ് ബിൻ മുസയ്യിബ് പറഞ്ഞു, എനിക്കൊരിക്കലും ചക്രവർത്തിയുടെ മകളൊന്നും വേണ്ട. വിവാഹത്തിന് നിരസിച്ചതിന്റെ പേരിൽ അബ്ദുൽ മലിക് ബിൻ മർവാൻ ദേഷ്യം വന്നു. അദ്ദേഹം തന്ത്രപൂർവ്വം സഈദ് ബിൻ മുസയ്യിബിനെ ഒരു ദിവസം ശക്തമായ തണുപ്പുള്ള സമയത്ത് 100 പ്രാവശ്യം ചാട്ടവാറ് കൊണ്ട് അടികൊടുത്തു. ശക്തമായ ചൂടുള്ള സന്ദർഭത്തിൽ കരിമ്പടം ധരിപ്പിച്ചു. ഇങ്ങനെ ധാരാളം ദ്രോഹമേൽപ്പിച്ചു. എങ്കിലും മകള് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറായി. മസ്ജിദുൽ നബവിയിൽ അദ്ദേഹം ഹദീസ് പഠിപ്പിക്കുമായിരുന്നു, ഫിഖ് പഠിപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും ദർസിൽ ധാരാളം പേര് പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുത്തുകൊണ്ടിരുന്ന കസീർ ബിൻ അബീ വദഅ എന്ന് പറയുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾ അദ്ദേഹത്തിനെ കാണാതെയായി. ഒരു ദിവസം വന്നപ്പോൾ ചോദിച്ചു, ഇത്രയും ദിവസം നിങ്ങൾ എവിടെ പോയിരുന്നു? കസീർ ബിൻ അബീ വദഅ എന്ന് പറയുന്ന യുവാവ് പറഞ്ഞു, ഞാനൊരു വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്ത ഭാര്യ മരണപ്പെട്ടു. വിവാഹം ചെയ്തിട്ട് കുറഞ്ഞ കാലം മാത്രമേ ഞാൻ എന്റെ ഭാര്യയുടെ കൂട്ടത്തിൽ താമസിച്ചുള്ളൂ. സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് ചോദിച്ചു, ഇനി അടുത്തൊരു വിവാഹം ചെയ്യാൻ ആഗ്രഹമില്ലേ? കസീർ ബിൻ അബീ വദഅ ചോദിച്ചു, എനിക്ക് ആര് വിവാഹം ചെയ്തു തരാൻ? എന്റെ കയ്യിൽ ആകെ 2 ദിർഹമോ 3 ദിർഹമേ ഉള്ളൂ. സഈദ് ബിൻ മുസയ്യിബ് പറഞ്ഞു, ഞാൻ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്താൽ നിങ്ങൾ വിവാഹം സ്വീകരിക്കുമോ? കസീർ ബിൻ അബീ വദഅ ആശ്ചര്യപ്പെട്ടു പോയി. സഈദ് ബിൻ മുസയ്യിബിന്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അദ്ദേഹം തയ്യാറായി. അപ്പോഴെ തന്നെ പുത്തുപോതി 2 ദിർഹത്തിന് പകരമായി മകൾ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ ആധിക്യത്തിന് ഒരു പരിധി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വീട്ടിലേക്ക് പോയി. മഗ്രിബ് നമസ്കരിച്ചു കഴിഞ്ഞ് നോമ്പുകാരനായിരുന്നു. നോമ്പ് തുറക്കാൻ വേണ്ടി റൊട്ടിയും സൈത്തൂനെണ്ണയും വെച്ചപ്പോൾ ആരോ വാതിൽ തട്ടുകയാണ്. ആരാ? അത് സഈദാണ്. കസീർ ബിൻ അബീ വദഅ ചോദിച്ചു, ഏത് സഈദ്? എല്ലാ സഈദിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. സഈദ് ബിൻ മുസയ്യിബിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം വീടും പള്ളിയുമായിട്ട് മാത്രമാണ് 40 വർഷം കഴിഞ്ഞുകൂടിയത്. വാതിൽ തുറന്നപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് അദ്ദേഹത്തിന്റെ പിന്നിൽ വിവാഹം ചെയ്തു കൊടുത്ത മകനെയും കൊണ്ടുവന്നിരിക്കുകയാണ്. വിവാഹം ചെയ്തതിന്റെ ഒറ്റയ്ക്ക് കഴിയേണ്ട മകളുമായിട്ട് കഴിഞ്ഞുകൊള്ളുക. ഉമ്മയെ അറിയിച്ചു, ബന്ധുക്കളെ അറിയിച്ചു. 1 മാസം അങ്ങനെ കഴിഞ്ഞുകൂടി. സഈദ് ബിൻ മുസയ്യിബ് കസീർ ബിൻ അബീ വദഅയോട് ഒന്നും ചോദിച്ചില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഹദീസിന്റെ ദർസൊക്കെ കഴിഞ്ഞപ്പോൾ കസീർ ബിൻ അബീ വദഅ മരുമകനെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മകള്? കസീർ ബിൻ അബീ വദഅ പറയുകയാണ്, അഹ്ഫദുൻ നാസിൽ ഖുർആൻ. ജനങ്ങളിൽ ഖുർആൻ നല്ല ഓർമ്മയുള്ള മഹദിയാണ് അവർ. അജ്മലുൻ നാസി, ജനങ്ങളിൽ വലിയ സൗന്ദര്യമുള്ളവരാണ്. അഅലമുൻ നാസി ബിൽ സുന്ന, നബിതങ്ങളുടെ ഹദീസിനെ കുറിച്ച് ജനങ്ങളിൽ നല്ല പരിജ്ഞാനമുള്ള പെൺകുട്ടിയാണ്. അഅലമുൻ നാസി ബിഹഖ്ഖി സൗജ, ഭർത്താവിനോടുള്ള കടമ നന്നായി അറിയുന്ന പെൺകുട്ടിയാണ്. സഈദ് ബിൻ മുസയ്യിബ് മരുമകനോട് നൽകുന്ന നിർദ്ദേശം, എന്തെങ്കിലും അനുസരണ കാണിച്ചു കഴിഞ്ഞാൽ വടി കൊണ്ട് മര്യാദ കൊടുക്കും. ഇന്ന് ലോകത്ത് ഏതെങ്കിലും പെൺകുട്ടിയുടെ പിതാവ് പറയുമ്പോൾ ഇന്ന് തുമ്മിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രശ്നമായി, തലാക്കായി, കുമാറാക്കി. ഇവിടെ എന്ത് ചെയ്യാണ്? സഈദ് ബിൻ മുസയ്യിബ് പറയാണ്, മകളെ മര്യാദ പഠിപ്പിക്കണം, വടി കൊടുക്കും. 1 മാസം കഴിഞ്ഞപ്പോൾ 20,000 ദിർഹം കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മകളുമായി ജീവിക്കുന്നതല്ലേ, ആവശ്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്. ഇത് നമ്മുടെ കല്യാണത്തിന്റെ
തിമിർപ്പ് ജനങ്ങളുടെ മുന്നിൽ കാണിക്കണമല്ലോ. നമ്മുടെ പൈസയുടെ കൊഴുപ്പെല്ലാം കാണിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് ഇതെല്ലാം അടിച്ചു പൊളിച്ചു കഴിഞ്ഞ് ദൂരത്തടിച്ച് പിന്നെ എന്ത് ചെറുക്കൻ തോന്നിവാസിയായി പ്രശ്നങ്ങളായി പൈസയും പോയി പ്രശ്നമായി എങ്ങനെയാ കഴിഞ്ഞു പോകുന്നത് നമുക്കാക്കുമാറാണ്. അവരുടെ ആവശ്യത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിലായിരിക്കണം പൈസ ചെലവഴിച്ച്. ഇവിടെ എന്ത് ചെയ്തു, വിവാഹം കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞപ്പോൾ 20,000 ദിർഹം സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുള്ള മകളുടെ ഭർത്താവായ കസീർ ബിൻ അബീ വദാഇ ഏൽപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പെൺകുട്ടികൾക്ക് വരന്മാരെ കണ്ടെത്തുമ്പോൾ ദീനിയായ നിഷ്ഠയുണ്ടോ, സൽ സ്വഭാവമുള്ളയാളാണോ എന്ന് നന്നായിട്ട് അന്വേഷിക്കും. കാരണം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം കൊണ്ടോ ഒരു ഹണിമൂൺ കൊണ്ടോ തീർന്നു പോകുന്നതല്ല. മരണം വരെയും സുദൃഢമായി നിലനിൽക്കേണ്ടുന്ന ഒരു ബന്ധമാണ് വിവാഹത്തിലൂടെ നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മരണം വരെ നിലനിൽക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയും എന്തെങ്കിലും ദുസ്വഭാവങ്ങളുള്ള ആളാണ് എങ്കിൽ അവളെ അടിക്കുകയും വെടിക്കുകയും എന്തിനും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന കാക്കുമാറാണ്. അതുകൊണ്ട് ദീനിയായ നിഷ്ഠയുണ്ടോ, വിശ്വസ്തനാണോ, സൽ സ്വഭാവിയാണോ എന്ന് അന്വേഷിച്ചായിരിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ പെൺമക്കൾക്കും നമ്മുടെ കീഴിലുള്ള പെൺകുട്ടികൾക്കും വരന്മാരെ തിരഞ്ഞെടുക്കുക. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ശരിയായി ദീൻ മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.